നമ്മളെ തറവാട് നമ്മള് വാങ്ങാൻ വിചാരിച്ചിരിക്കണേ. 1.5 സെന്റ് ഉണ്ടാവോ? അത്ര ഉണ്ടാവുള്ളൂ. 2 സെന്റിന്റെ മേലെ വരും. ആണോ? കുറഞ്ഞാ മതിയെന്ന് ഗൈസ് പെട്ടെന്ന് ഒരു അത്ഭുതത്തില്. ചേച്ചിക്ക് കൂടിയാ മതി, അവിടെ അളവ് എടുക്കണ പരിപാടി ഒരു നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആ വയ്യ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 4 അടി 3 അടി 5 അടി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഗൈസ്. അതിന് ഒരു കൃത്യനിഷ്ഠത ഇല്ല. തൂറ്റലെന്ന് തൂറ്റൽ തന്നെ പറയാ. മോശനായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. അതിനില്ല മരുന്നുണ്ടെങ്കിൽ ആരെയും പറഞ്ഞു തരി അറിയാം. മുന്നക്ക് അതൊരു നാണങ്കല്ല അമ്മ. മുന്നാന്ന് ഞങ്ങൾ പറയണില്ല. ഇവനക്ക് ഗൈസ് തൂറ്റലാണ്. അപ്പൊ ഒറ്റമൂലി എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തരാം അല്ലേ? അതെ മറ്റേ മൈക്കോട് അല്ലെ നമ്മളെന്തിനാ ഇവിടെ നിക്കണ പറഞ്ഞു കൊടുക്കണ്ടേ? അതന്നെ എന്നോട് പറഞ്ഞേ. വേണ്ട ടൈം കുത്തിരിപ്പുണ്ടാക്കാൻ ഇത് പറഞ്ഞു തുടങ്ങിക്കോ. അപ്പൊ ഗൈസ് നമ്മളെല്ലാരും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആർക്ക് എത്തിക്കണം അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആർക്ക് എത്തിക്കണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വലിയ ഏട്ടനായ ഷെഫീക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ മുന്ന അവറുകളുണ്ട്, വല്യമ്മ അവറുകളുണ്ട്, ഇമ്മ അവറുകളുണ്ട്, പിന്നെ നമ്മൾ സണ്ണിച്ചേട്ടൻ അപ്പുറത്തുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇയാളാണ് തോന്നുന്നത്. അതായത് നമ്മളെ ഗൈസ് ഈ വയ്യ അളക്കാൻ വേണ്ടിക്കാണ് ഇങ്ങനെയാണ് തോന്നുന്നത്. ആണോ? ആണോ? നിർത്തലും കിട്ടാണ് സ്ഥലം നിങ്ങളെ കാത്തു തരുന്നില്ല. എന്നാ അങ്ങോട്ട് എടുത്ത് കളി വണ്ടി. ഇതാണ് ആൾക്കാർ. അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വജ്ജ് കണ്ടോ, അതായത് ഈ വജ്ജ് ഇപ്പോൾ ആകെ 5 അടിയുള്ളൂ. ഇനി നമുക്ക് ഒരു 5 അടിയും കൂടി നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വയ്യ വാങ്ങണ കാര്യം. അപ്പോൾ ഇന്ന് അതിന് അളക്കാൻ വേണ്ടിയിട്ട് ആളെത്തിയിട്ടുണ്ട്. അപ്പുറത്തെ പെരക്കാരെ ഓല ആൾക്കാരുണ്ട്, ഇപ്പുറത്തെ പെരക്കാരെ ഓല ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയമ്മ? ഓരല്ലേ? അപ്പോൾ ഗൈസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഏകദേശം ഒരു 7 ടൈമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. സംഭവം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. മൂപ്പരാക്കണം അളക്കണ സാധനങ്ങൾ മൊത്തം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അളക്കൽ പരിപാടി തുടങ്ങാം അല്ലേ? പരിപാടി തുടങ്ങാം എന്നാ ഗൈസ്. ഇത് നമ്മളൊറ്റയ്ക്ക് വാങ്ങുന്ന സ്ഥലമല്ല കേട്ടോ. നമുക്ക് 2 പെരക്കാരുണ്ട്. 2 അല്ല 3 പെരക്കാർ ടോട്ടൽ ഗൈസ്. 3 പെരക്കാരാണുള്ളത്. കാരണം ഇവരിവിടെ പെരപ്പണി തുടങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം കിട്ടാനുള്ള ഒരു കാരണം. അപ്പോൾ ഓൽക്കും വയ്യ വേണം, പിന്നെ അതേപോലെ തന്നെ നമ്മളെ സണ്ണിച്ചേട്ടനായ ഓൽക്കും വയ്യ വേണം. നമ്മൾ 3 ആൾക്കാരാണ് കേട്ടോ ഈ വയ്യ വാങ്ങാൻ പോണത്. ഓൽക്കൊണ്ട് പറ്റുന്ന അത്രയ്ക്ക് റേറ്റ് കമ്മിയിൽ ഓല് തരാമെന്ന് പറഞ്ഞേക്കണേ. ഇത് അളന്ന് വരുമ്പോൾ ഗൈസ് എത്ര ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും. പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും ഗൈസ് നമ്മളെ നിവർത്തി അതാണ്. ഇത് വയ്യ വാങ്ങണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെരപ്പണി അവിടെ മുടങ്ങി കിടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഈ കാര്യം പറഞ്ഞിട്ട് പറയാം. ഇവന്മാരെ എന്തിനാ കൊടുക്കുക? എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു കൊടുക്കുക. ശരിക്കേ എന്താണ് നമ്മളെ വയ്യ വാങ്ങണതിനെ പറ്റി പറയാനുള്ളത്? വണ്ടി കയറ്റാൻ വയ്യ ഉണ്ടാക്കാൻ. വണ്ടി കയറ്റാൻ വയ്യ ഉണ്ടാക്കുക അതൊക്കെ. എന്തിനാണ് അവിടെ വയ്യ ഉണ്ടാക്കണേ? എന്താ ആവശ്യമില്ലടാ. വയ്യെന്ന് പറഞ്ഞാല് വയ്യാണ്. വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാണ് ഗൈസ്. അപ്പൊ അത് മെയിൻ കാര്യമാണ് വയ്യ. അപ്പോ വയ്യനെ പറ്റി പറയാനാണെങ്കിൽ 2 വാക്ക് മുന്നേ ഒന്ന് പറഞ്ഞു കൊടുത്താ. അതാ ഇമ്മ ഇവിടെ വരി. ആ ആൾക്കൂട്ടത്ത് പോയിക്കല്ലേ 10 അടിയുടെ ഓട്ടത്തിൽ പോവാങ്ങനെ. അവിടെ അളവ് എടുക്കണ പരിപാടി ഒരു നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആ വയ്യ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 4 അടി 3 അടി 5 അടി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഗൈസ്. അതിന് ഒരു കൃത്യനിഷ്ഠത ഇല്ല. അപ്പോ ഷെഫീക്ക് ഇതിലെന്തേലും പറയല്ലേ ഇമ്മടെ പോയി നമ്മ ഷെഫീക്ക ഇങ്ങോട്ട് 2 വാക്ക് പറയണം. ഇങ്ങോട്ട് വാ. അവിടെ പോയിട്ട് വരുന്നുണ്ട് ഗൈസ്. വെറുതെ തൊള്ളിയും കണ്ടി പോയിക്കാണ്. നമ്മളിപ്പോ നമ്മള് ചെറുപ്പത്തിൽ മുതലേ നമ്മളെ ഈ വയ്യതാണ്.
അല്ലേ ചെറിയ ഒരു ഇത് ഓലൊന്ന് കാണാതെ കൊത്തി 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 വലുതാക്കിയാണ്. ആദ്യം കഴിച്ചാൽ അത് ചെറിയൊരു നടവയ്യാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സ്കൂൾക്ക് പോകുമ്പോ അതിനുങ്ങല് ചവിട്ടി മാറ്റി വയ്യാക്കി. അപ്പൊ ഇത് വലുതാവും. വയ്യ വലുതായി. എന്നിട്ട് നേരെ കഴിച്ച് കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെ അവിടെ പോയത്. അപ്പൊ അത് രണ്ടടിക്ക് ലേശം വേണ്ടേ? അങ്ങോട്ട് 11 ഇടാം അല്ലേ? നോക്കി. സാധാരണ നമുക്കൊരു ലോഡ് വണ്ടികൾ മേപ്പടക്ക് കയറണം. 11 ഇട്ടു. 11 10 ഇട്ടാൽ ചിലപ്പോ ഇങ്ങോട്ട് ലേശം കയറാൻ ബുദ്ധിമുട്ടാണ്. ചേച്ചി ഒരു 11 ആണെങ്കിൽ 11 കയ്യോ? 11 അടിയാണെന്നുണ്ടെങ്കിൽ ആ ഇതിന്റെ അപ്പുറം ഞാൻ തരില്ല. കാരണം ഏതാണ്? അങ്ങോട്ടൊന്നും പോവില്ല. ഇവിടുന്ന് അപ്പുറം ഞാൻ തരില്ല. ഇത് വരെ ആയിക്കോട്ടെ. തൽക്കാലം പിടിച്ചു പറഞ്ഞ എന്നോട് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് മനസ്സിലായി. ഇത്രേ വരുള്ളൂ. അത്രക്ക് അല്ലേ? അത്രയ്ക്ക് വരുള്ളൂ. അപ്പൊ ഇത് ടോട്ടൽ എത്ര അടിയാവും? ഇപ്പൊ അവിടുന്ന് ഉണ്ടല്ലോ 11 അടി 11 അടി. മൊത്തം 11 അടി വെക്കാം. പക്ഷേ ഇതേ സെയിം അളവല്ലേ നമുക്ക് മുകളിൽ വരുന്നത്? 11 അടി വെക്കാം. എന്നിട്ട് വരുന്ന എത്ര സ്ഥലം പോകുന്ന നമുക്ക് മൊത്തം അളന്ന് നോക്കാം. അങ്ങനെ വരുമ്പോ എത്ര സ്ഥലം സെന്റ് പോകുന്നല്ല അറിയണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം 11 അടി കൃത്യമായിട്ട് വെക്കാം. എന്നിട്ട് കാലിനനുസരിച്ച് നോക്കിയിട്ട് എത്ര സെന്റ് വരെ പോകുന്നു നോക്കാം. അതാ നല്ലത്. അടിയിൽ മുകളിൽ വരാം. ആദ്യം 11 അടി മൊത്തം വെച്ചു. അപ്പൊ ഗൈസ് ഓല് പറഞ്ഞ രീതി കണ്ടില്ലേ? നമുക്ക് അങ്ങനെ തന്നെ അളന്നു നോക്കാം. അതായത് ഇതൊന്നും ലെവലല്ല. നമ്മൾ ഈ കോൺക്രീറ്റിലെ വഴിയില്ലേ അത് കറക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് ഉള്ളത്. ഓൽക്ക് എത്ര അതായത് ഇവിടുന്ന് എടുക്കുമ്പോൾ ചില ഭാഗങ്ങൾ കൊളായി പോകും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ ഓല് കറക്റ്റ് നോക്കുന്നുണ്ട്. പതിനൊന്നില് കേറും. അതാണ് പിന്നെ കേറാക്കരുത്. എങ്ങനെ ചേട്ടാ? പിന്നോട് പിന്നെ അവര് തരൂല. 11 എത്ര ഉണ്ടാവും? ഇത്രക്കോ? ഇതാണ് 11 എത്ര ഉണ്ടാവൂലേ? ഇത് കേറും. 12 ആക്കണോ? പക്ഷെ ആകെ കൺഫ്യൂഷനാണ്. ഇതന്നെ ഉണ്ട് അത്യാവശ്യം. ഇത് അത്യാവശ്യം ഉണ്ട്. ഇനിയിപ്പോ ഒരു അതിൽ വരുമ്പോ കുറച്ചൊന്നും ഇങ്ങോട്ട് മാറുന്നുള്ളൂ. എന്നാലും ഉണ്ട് അത്യാവശ്യം സ്പേസ്. ഇതിപ്പോ 12 പറഞ്ഞു നോക്കി ചേട്ടാ. ഈ 11 കറക്റ്റ് അല്ലേ? 11 ഉണ്ട് ചേട്ടാ. വണ്ടി എന്തായാലും കേറും. കാരണം ഇത് നല്ല ഹെവിക്ക് വണ്ടി ഒടിഞ്ഞ് കയറാൻ ഇവിടുന്നേ ഒടിച്ചില് വരുന്നുള്ളൂ. അത് വെറുതെ നടിക്കുന്നിട്ട് നോക്കിട്ട് വാങ്ങാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാം. പക്ഷെ അതിന് പൈസ അല്ലേ കൈസ്? ഇപ്പൊ 12 എടുത്തല്ലോ. എന്ത് 2-3 കൂട്ടുകയാണെങ്കിൽ 12 എടുത്തോ. അതിനൊരു പ്രശ്നം. നമ്മളാ സ്ഥലം എടുക്കുമ്പോ നമ്മളാദ്യമായിട്ട് അതിന്റെ പുറത്തേക്കല്ലേ വരിക. ആണോ? കെട്ടുമ്പോ ഇങ്ങോട്ടാ വരിക. ചേട്ടാ ഇപ്പൊ നമ്മൾ അതിര് വെക്കുമ്പോഴേ അത് നമ്മൾ ഇങ്ങോട്ടാണ് വരിക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കല്ല് വെച്ചിടുക. ഇനി ഇതിന്റെ അപ്പുറത്തല്ലോ ഒരു കല്ല്? അല്ല ഇതുവരെ അളവിൽ വരും. കുറ്റിന്റെ ഉള്ളിൽ നിങ്ങളതാണ്. ഉള്ളും പുറവും ചേച്ചി ചേട്ടാ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അവിടെ നോക്കിയാ എങ്ങനെ? 11 കുഴപ്പമൊന്നുമില്ല. 11 ഒക്കെ ഓക്കെ തന്നെയാണ്. അത്യാവശ്യം കയറാനൊക്കെ ഉണ്ട്. ഇനി അഥവാ ആണെന്നുണ്ടെങ്കിൽ അതായത് 12 അടി ആക്കിക്കൂടെ? അതല്ലേ നല്ലത്. 12 അടിയാകുമ്പോ നമ്മുടെ സൗകര്യം. ഇപ്പൊ നിങ്ങൾ കെട്ടിയത് റെഡി ആക്കൂലേ? അപ്പം സ്ഥലം കുറച്ചും കൂടെ ഉള്ളോട്ട് ഇതാവും. അപ്പൊ കുറച്ചുകൂടെ സ്ഥലം കുറയും. അവിടെ ഇപ്പൊ 12 ഒരു തരാൻ തയ്യാറാണ്. 12 ആക്കിക്കോ. പിന്നെ നമുക്ക് കിട്ടൂല. അവർ സമ്മതിക്കൂല. ഓക്കെ. അപ്പൊ കഴിച്ച് 12 അടി തന്നെ എടുക്കട്ടോ. ആയിക്കോട്ടെ.
എത്ര ആകാവൂലേ പ്രൊമോട്ടറാണ് എനിക്കറിയില്ല. എടാ ചെങ്ങേ ഇത് ഇജൊരു എസ്റ്റിമേറ്റ് ചെയ്താ 12 സെന്റിന് ഗൈസ് ഓല് നമ്മളോട് പറഞ്ഞത് പറഞ്ഞാൽ സെന്റിന് 1.5 പറഞ്ഞത്. ഇത് 4 ചുക്കുമേളിൽ എത്ര സെന്റ് വരെ ഉണ്ടാവുന്നേ? നല്ല കയറ്റി പറച്ചിലാണെങ്കിലോ പറ. EMI ഇടാൻ പറ്റുമോ? എനിക്കറിയില്ല. 4 സെന്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും? അത് 1 സെന്റ് എത്ര വരുന്നുണ്ട് നോക്കണം. തീരുമാനമായിട്ടില്ലല്ലോ. അളന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുന്ന പറഞ്ഞ മൂപ്പര്. നമ്മൾ എന്തിനാണ് ഈ വയ്യ വാങ്ങണേ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ അവിടുത്തെ പെര നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ പഞ്ചായത്തേക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. അവിടെ കഴിച്ച് നമ്മൾ പെരപ്പണി നോക്കണില്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ നോക്കണില്ല. നമ്മളെ തറവാടി നമ്മൾ വാങ്ങാൻ വിചാരിച്ചിരിക്കണേ. അത് കഴിച്ച് നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തന്നേക്കാരം. ഇപ്പോൾ കഴിച്ച് അതിൻ്റെ പരിപാടിക്ക് ഞങ്ങൾ കൂടി കൊടുക്കട്ടെ. ഞങ്ങളിപ്പോൾ മാറിക്കാന്നും ഇപ്പോൾ ഓലിങ്ങനെ പറയുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ആ പരിപാടിക്കൊക്കെ ഒന്ന് പോയി നിന്ന് കൊടുക്കട്ടെ. ബാക്കി പറയല്ലേ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ഇതാക്കണം, മുകളിൽ അല്ല താഴെന്ന് ഇതാക്കണം, കുറ്റി അടിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഇതാക്കണം. ഇപ്പോൾ ഇവിടം വരെ അടിച്ചിക്കണ്. ഇവിടം വരെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഇതുണ്ടോ, ഇവിടം വരെ പഠിച്ചാണ്. ഇനി മോൾക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് കാക്കണേ, അവിടെ ആക്കണം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ താഴത്ത് വേറെ അളവും മുകളിലെത്തുമ്പോൾ വേറെ അളവാണ്. താഴെ ചില ഈ സ്ഥലങ്ങളിലൊന്നും തീരെ വീതിയില്ല. 5 അടി പറഞ്ഞിട്ട് 4.25 4 അടുത്തൊക്കെ വരുന്നത്. അപ്പോൾ പല പല അളവാണ് വരുന്നത്. അപ്പോൾ അത് പോലും അവിടെ ക്ലിയർ ആക്കിക്കൊണ്ട് നിൽക്കണം. അവിടെ അടിച്ചാണ്ട് അളവ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാവരും എത്തിക്കണം. നോക്കട്ടെ വാ. പക്ഷെ നമ്മളെ മോൾക്ക് വരുമ്പോൾ കുറച്ച് കൂടുതലാണ്. മുകളിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടോ, ഇവിടെ അത്യാവശ്യം നമുക്ക് ഈ മോൾക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. താഴത്തേക്കാണ് അളവില്ലാത്ത, മോൾക്ക് അത്യാവശ്യത്തിന് നല്ല അളവ് വരുന്നുണ്ട്. നമ്മളെ കാക്കാനെയാണ് കേട്ടോ മറ്റേ കയറ് ഏൽപ്പിച്ചിരിക്കണത്. ഇനി എന്തെങ്കിലും അളവിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനാകും അതിൻ്റെ ഉത്തരവാദി. ഗൾഫിൽ ഇതൊക്കെ പിടിച്ച് വരയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഒന്നും വേണ്ടി നിങ്ങൾ നക്കലോട്ടോ, കട്ട് ചെയ്യണം നിൽക്കല്ലേ. എങ്ങനെ ഗൾഫിൽ നിന്ന് പണിയെടുക്കാൻ പറ്റുമോ? അല്ലടാ, ആകെയുള്ളൊരു ഏട്ടനല്ലേ, എല്ലാത്തിനും നിന്നോട്ടെ. ഞങ്ങളെല്ലാവരും കഴിച്ച് നമ്മളെ ആ തറവാട്ടിൽ നിന്നൊരു കാലം ഉണ്ടായിനി. അതെ കഴിച്ച് പഠിച്ചേ ഗൾഫിൽ ഇതാണ് ഞങ്ങൾക്ക് പരിപാടി അല്ലേ? മണലാരുണ്യത്തിൽ കിടന്ന് കറക്റ്റാണോ അവിടെ ഇവിടെ തന്നെയാണ്. അതവിടെ എല്ലാം കഴിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണ് അവിടെ എന്നൊക്കെ പറച്ചിൽ കേട്ടാ തോന്നും കറക്റ്റ് ആണെന്നല്ലോ. തെറ്റിക്കും. മാമ ഇതിനെ പറ്റി 2 വാക്ക് പറഞ്ഞാ. എന്താ ഒരു വയ്യായി എന്നൊരു സമാധാന സന്തോഷമുണ്ട്. പനിയുണ്ട് കേട്ടോ, വയ്യ നിൽക്കണുള്ളൂ. പണിയുണ്ട്. കുറച്ചും കൂടെ കൂട്ടിയെടുത്ത പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നും അലമാരിയില് ഒന്നും പറയാൻ പറ്റില്ല. ഞാനാണോ പറഞ്ഞാള്? ഞാൻ ഒന്നും പറയുന്നില്ല. ഈ അളവെടുക്കലൊന്ന് കഴിയട്ടെ കഴിച്ചു, എന്നിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതിനേക്കാരം സമാധാനത്തിൽ. ഈ അളവെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓനോട് ചോദിച്ചു നോക്കാം, നമ്മൾ എത്ര സെൻറ്റിമീറ്റർ അളന്നു, എത്ര ഇത് അളന്നു ചോദിച്ചു നോക്കണേ. ആൻസർ പറയണം. അതറിയുന്നുണ്ടെങ്കിൽ എനിക്ക് പണിക്ക് കൂടെ. ആണല്ലേ എന്തെങ്കിലും ഉണ്ടോ കേട്ടോ. അല്ലേ ഇപ്പൊ നമ്മൾ എത്ര അളന്നു എൻ്റെ ഒരു മട്ടത്തില്? ഇപ്പോൾ 2.25. അറിയില്ല മമ്മ, വരി കണക്കൂട്ടാണ്. കമ്പിപ്പാര സുമ ടീച്ചറിന്റെ അടുത്തുണ്ട് പറഞ്ഞു. ആണോ? നോക്കി വേറെ കാര്യം, ആ അതിരുകല്ല് കൂടാൻ വേണ്ടി കുയ്യുത്തണം. അതിനാണ് വിളിച്ചത്. ഈ സാധനത്തിനല്ലേ? എന്നെ അത് കുഴിച്ചിടാൻ കുയ്യുത്തണം. ഇപ്പം പിന്നെ
ഇപ്പം പോരെ അങ്ങനെ പോരെ പകുതിയാവണം നമ്മള് ഗൈസ് ടോട്ടല് 4 കല്ലാണ് വാങ്ങിയത്. പിന്നെ അപ്പുറത്തെ ചേച്ചിന്റെ അടുത്ത് ഒരു കല്ലുണ്ട് പറഞ്ഞോ. ആ കണക്ക് തെറ്റിക്കണില്ല. നമുക്ക് നാളെ സ്ഥലം വാങ്ങുമ്പോ എനിക്ക് ഉണ്ട് എന്ന് പറയണ്ട മുന്നേ. ഏയ് ആ പരിചയം വേണ്ട. പരിചയം ഉണ്ടെന്ന് ഞാൻ പ്ലസ് ചെയ്തു. പൈസ വേണ്ട കേസില് കാണിച്ചിട്ടില്ല വേണ്ട അല്ലേ. തെറ്റി കിടക്കാറുണ്ട്. സെന്റ് അറിയാം ചേച്ചിന്റെ അഭിപ്രായത്തിൽ എത്ര സെന്റ് ഉണ്ടാവും? 1.5 സെന്റ് ഉണ്ടാവോ? അത്ര ഉണ്ടാവുള്ളൂ. മൊത്തം 2 സെന്റിന്റെ മേലെ വരും. ആണോ? കുറഞ്ഞാ മതിയെ ഗൈസ് പെട്ടെന്ന് ഒരു അത്ഭുതത്തില്. ചേച്ചിക്ക് കൂടിയാ മതി, നമുക്ക് വന്നാ മതി. എന്താണ് അപ്പുറത്തെ കൂടിയാ മതിയായിരുന്നു. കേറിയപ്പോ പ്രാർത്ഥിച്ച കൂടട്ടെ. അതെന്താ ആ കുറ്റി അവിടെ അതുവഴി ആ കുറ്റിഞ്ഞ് പറിച്ചിട്ടില്ല കേട്ടോ, ഇപ്പൊ തറച്ചാണ്. അതെന്താ അവിടെ കുറ്റിയില് ഇപ്പൊ പറിച്ചിട്ട്. കമ്പി എടുത്തോളൂടാ. ആ അത് മൂപ്പരാന്റെ കണക്കൊന്ന് കഴിഞ്ഞിട്ട് 5 കല്ലുണ്ട്. ഒന്ന് അവിടെ വലിയ വലിച്ചേ 5 കല്ലുണ്ട്. ഈ കാല് പൊട്ടിയ ഉണ്ടെങ്കിൽ ഇച്ചിരി അതും കുഴിച്ചിട്ടില്ലേ. എല്ലാരും കുത്തുണ്ടേ, ആയിക്കോട്ടെ. 100 ആള് കുത്തുണ്ട്. എല്ലാരും കുത്തുന്നതാണ്. അത് നടക്കട്ടെ. എടാ ബജ്ജി വാങ്ങാൻ 2 ചെറിയ ആൾക്കാർ കണ്ട് ഓരെ കണ്ടേ. ഇവിടെ 2 ആൾക്കാരും കൂടി ഉണ്ടല്ലേ, വെയിറ്റിംഗിലാണ് കേസ് പോലെ. ഇവിടെ എന്താ നടക്കണത് അല്ലേ, എന്താണ് സംഭവം നടക്കണതല്ലേ നോക്കണേ. ടാറ്റാ. മറ്റേ 2 പേരെല്ലാം കൂട്ടണ് നെഞ്ഞ് കാളിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മൊത്തം മൊത്തം ഒന്നിച്ച് കൂട്ടിയിട്ട് പിന്നെ റെഡി ആവില്ലേ മൂപ്പര്. മറ്റേ 21 സെന്റായി. അപ്പൊ എത്ര ഉണ്ടോ പോലെ കണക്കൂട്ടുണ്ട് നോക്കിക്കോ. കാണിച്ച 2 ഉണ്ടല്ലേ. നിക്ക് നോക്കട്ടെ, നോക്കട്ടെ. 99 ഇതാണ് വരുന്നത്. അല്ല ഞാൻ പറഞ്ഞുതരാം. 30 27 24 സെന്റ് ആവുള്ളൂ. അല്ല ഇതിന്റെ ഇത് പറഞ്ഞു പിള്ളാക്കി ഈ 53 53 മൂപ്പര് പേപ്പറിൽ എഴുതിക്കണത്. ഞാൻ ഇന്നത്തെ കൂട്ടനെ കൊടുക്കാതെ ചെയ്തിട്ട് വേറെ കണക്ക് നോക്കാം. 53 സെന്റോ അല്ല ഞാൻ പൊറാട്ടി ബീഫ് 53 ഉറുപ്പിക. ഞാൻ പിന്നെന്താ ഒരു മാറ്റണം പറഞ്ഞിട്ട് പൊട്ടിയിട്ടില്ല. 725 സ്ക്വയർ ഫീറ്റ്. അല്ലേ ഓലിക്ക് മറ്റേ അപ്പുറത്ത് കൂടെ ഉണ്ട്, അപ്പുറത്ത് റോഡുണ്ട്. അവര് വീട് അവിടെ കണക്കൊന്ന് പെട്ടെന്ന് തീർന്നിക്കണമെന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് കുറയാനി. ഇവിടെ വണ്ടി ഷെഫീക്ക് പറഞ്ഞു കറക്റ്റ്. ഇജി ഒന്ന് പറ, എനിക്ക് ഗൾഫിൽ പോയി പരിചയല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എത്രയായി അറിയോ? 11 സെന്റ് 1.5 സെന്റ് കണക്കാ ഇത് കേട്ടോ. ഈ പേപ്പറത്തെ അങ്ങോട്ട് ഓർമ്മയില്ലല്ലോ. മറ്റേ കൂട്ടിയിട്ടില്ല. അത് 2 പേപ്പർ ഉണ്ടോ? ഇത് മറ്റേ 2 പൗതിയും പാടിയല്ലേ, പൗതിയേറ്റം പൗതി. അപ്പൊ 3 സെന്റ്. ഇത് നമ്മളതാണോ അതോ അടിക്കുള്ളതാണോ? ഇത് അടിയത്തെയാണോ? വലുതിന് ചെറുത് പൗതിയേറ്റം. അളന്നു കഴിഞ്ഞു. പൈസ കൊടുത്തിട്ട് വഴിക്ക് സ്ഥലം കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട്. പിന്നെന്താ ഇതിപ്പോ ഇതിപ്പോ ചേച്ചി ആയോണ്ട് അല്ലേ? സഹായിച്ചില്ലേ? 40,000 വിലയുള്ള സ്ഥലത്താണ് ഒരു വഴിക്ക് 2 ലക്ഷം വാങ്ങിയത്. ഒന്നുമല്ല, ഞാൻ അവിടെ മേടിച്ചത് എന്റെ ബാക്കിൽ മേടിച്ചത് അത്ര 1,14,000. അന്ന്
എന്റെ വേറെ കണക്കാണ് എന്റെ അത് ദുബായ് കണക്കാണ്. അങ്ങനെ നമ്മളെ കുറ്റിയടിയും പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര അളവൊക്കെ എടുത്ത് മൂപ്പരാനെ നമ്മൾ പറഞ്ഞു വെച്ചു. കഴിച്ച് മുന്നൊക്കെ പണിയെടുക്കണ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും സ്വന്തം വീടാണെന്ന്. പക്ഷെ സ്വന്തം വീട്ടിലെ പോലെ തന്നെയാണ് കഴിച്ച് നമ്മളെ മുന്നേ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ നല്ല രീതിയിൽ പറഞ്ഞതാ. എന്തിനായാലും കഴിച്ച് അതിന് മുമ്പൊക്കെ ഉണ്ടായിനി. അതേപോലെ തന്നെ അളവെടുക്കലിന് നേതൃത്വം വഹിച്ചുകൊണ്ട് കഴിച്ച് നമ്മളെ സ്വന്തം വലിയേട്ടനായ ഷെഫീക്ക് എല്ലാം മുന്നോട്ട് നിന്ന് നമ്മളെ ഗൈസ് ഇത് പോയി അയാള് പോയി അത് എല്ലാം നല്ല രീതിയിൽ തന്നെ ഗൈസ് മുന്നോട്ട് പോയി അല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ വെറുതെ വർത്താനം പറഞ്ഞ ടൈം കളിച്ചാനായിട്ട് ഇതാ ആ രണ്ടാള്. അയാൾ അളവെടുക്കണീന് കുറ്റം പറയാ ഇമ്മ രണ്ടെണ്ണം. പിന്നെ വെള്ളം കലക്കിക്കണ കഴിച്ച് നമ്മളെ പരിയിൽ വെള്ളം കലക്കണം. അപ്പോൾ ഇനിയിപ്പോ അടുത്ത പരിപാടി അതൊക്കെ തന്നെ. അവിടെ പോയി കയ്യൊക്കെ കഴിക്കണ്ട്. അത് പോയി ഈ മൈക്ക കയ്യിൽ നിന്ന് ഇടക്കിടക്ക് പോകുന്നുണ്ട്. ക്ലിപ്പ് ചെയ്ത് കളയാൻ പറയുമ്പോൾ കഴിച്ച് നമ്മൾ അവസാനത്തെ കുറ്റി ഇതാക്കണ ഇവിടെ തറച്ച് വെച്ചുകൊണ്ടോ. മെയിൻ കാര്യം നമ്മളെ വയ്യ നമ്മൾ കാണിച്ചു കൊടുത്തില്ലല്ലോ. ബാ ഗൈസ്, നമ്മളെ വയ്യ വരുന്നത് മറ്റേ ഭാരതപ്പുഴ പോണില്ലേ, അതേപോലെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അതായത് ഒരു ബെൻഡ് ഈ ഒരു വയ്യ ഉണ്ടല്ലേ, നമ്മളെ പണ്ടത്തെ വയ്യ തന്നെ ഒന്നും പാടെ നല്ല വീതിക്ക് എടുത്തിട്ട്, അതായത് മൂപ്പര നിൽക്കണ കാണിച്ചു കൊടുത്തടാ, അവിടെ തൊട്ടിട്ടാവും വയ്യ വരാ ഇങ്ങോട്ടോക്ക്. ഗൈസ്, ഇവിടുന്ന് നേരെ അങ്ങോട്ട് മേപ്പട്ടേക്കാവും പോവാ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതാക്കണ കുറ്റി ഇവിടെ കാണണേ, അതാക്കണേ ഈ കുറ്റികളൊക്കെ കാണുന്നുണ്ടോ? ഇത് ഇതൊക്കെ എങ്ങനെയാണ് വയ്യാളെങ്ങനെ പോകണേ. അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. പിന്നെ വേറൊരു കാര്യം, വയ്യന്റെ റേറ്റ് നമുക്ക് പെരിയിലെത്തിയിട്ട് പറയാല്ലേ. ഓക്കെ, 3 പറഞ്ഞു കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് സമാധാനത്തിൽ വെള്ളം കുടിച്ചിട്ട് പറയാം. അതെ, ഇത് സ്വന്തമായിട്ട് മേടിക്കുക. അതായത് ഒരു സംഭവം അവിടെ രൂപീകരിക്കുക. നമ്മളെ അളവെടുക്കലും കുറ്റിയടിക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളെ ചെറുക്കന്മാർക്ക് നമ്മൾ വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി കഴിച്ച് നമ്മള് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാം. വെള്ളം ഒന്നും കുടിക്കട്ടെ. എന്തിനാ ഇങ്ങനെ മധുരമാണ്? ഷുഗർ വന്ന എല്ലാത്തിനും കൊല്ലാല പരിപാടിയാ. കുഴപ്പമില്ല, കുറച്ച് കൂടുതൽ മധുരമാകുന്നുള്ളൂ. ഇനി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുതരാം. അമ്മമാരുടെ കുടി കഴിഞ്ഞോ? കുടി കഴിഞ്ഞാൽ ഒന്നും ഇങ്ങോട്ട് വരി, കാര്യം പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. വരി. ഷുഗർ കട്ടൊക്കെയാണ് ഞാൻ കൊയങ്ങാൻ മാത്രം എന്താണ് ഉണ്ടായിന്? അവരോട് വർത്താനം പറഞ്ഞല്ലേ കൊയങ്ങിയത്? അതിനാര് കൊയങ്ങി? ഞാൻ കൊയങ്ങിയിട്ടുണ്ട്. വേറെ പണി എന്തെങ്കിലും. അപ്പൊ ഗൈസ്, നമ്മൾ എന്തിനാണ് നമ്മളെ വയ്യ വാങ്ങിയത് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പെരപ്പണി ഗൈസ് തുടങ്ങാൻ തന്നെയാണ്. അവിടുത്തെ പെരപ്പണിയല്ല, നമ്മൾ ഈ തറവാട് ഗൈസ് നമ്മൾ വാങ്ങാൻ പോവാണ്. അതിന് ഗൈസ് നമുക്ക് എത്ര അവകാശികളുണ്ട്? 4 3 4 അവകാശം. 4 അവകാശികളുണ്ട് ഗൈസ്. അതിന് 4 പേരിലെ 5 പെടുവോ? പിന്നെന്താ 4 3 4 ആ ചേട്ടനും പറഞ്ഞപ്പോ 3 ഞാനോ ഇന്റെ ഇമ്മാക്ക് എന്തിനാണ്? ഇമ്മാക്കുള്ള തന്നെയല്ലേ നമ്മള്. ഞാനും അതിന് അപ്പൊ അതങ്ങനെ കൂട്ടൂലേ? ഈ ഉമ്മാന്റെ ഒരു മകളെ ബാക്കി പറയാം. 4 അവകാശികളുണ്ട്, 8 പേരക്കുട്ടികളുണ്ട്, പേരക്കുട്ടിയെ കുട്ടികളുണ്ട്. ഇപ്പൊ ഇവിടെ മക്കൾക്ക് കൊടുക്കുന്നതല്ലേ പേരക്കുട്ടികൾ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ തറവാട് ഇങ്ങനെ വാങ്ങിക്കണേ. ഇനി ഇതിൻ്റെ അളവ് എടുക്കണം ഗൈസ്. അളവൊന്നും കറക്റ്റ് അറിയില്ല. ഇനി ആദ്യം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വയ്യിൻ്റെ അളവ് ഇപ്പോൾ ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച മൈക്കന്നെ നടന്നു. ഇത് നമ്മൾ കുറേ നാളായി ഗൈസ് ഇങ്ങനെ വിചാരിക്കണേ, ഇങ്ങനെ അളവ് എടുക്കണം. അതായത് അവിടുത്തെ പെരപ്പണിയും എല്ലാം പാടെ ആകെ കുടുങ്ങി കിടന്നപ്പോൾ നമുക്ക് തോന്നിയൊരു ഐഡിയയാണ്. തറവാടാണ് വാങ്ങിയിട്ട് ഈ വയ്യുംപാടാണ് വാങ്ങിയിട്ട് നമ്മളെ ചെറുപ്പം തൊട്ട് വളർന്ന് ഈ സ്ഥലം തന്നെ നമ്മൾ വാങ്ങാന്ന് വിചാരിച്ചു. അത് നമ്മൾ വാങ്ങാൻ പോവാണ്. അപ്പന്മാരോടൊക്കെ ചോദിച്ചു. ഇനിയിപ്പോ ഷെഫീഖിനോട് ചോദിച്ചു. ഷെഫീഖിന് വല്ല എതിർപ്പുണ്ടോ? അപ്പൊ ഗൈസ്, ഇനി തൊട്ട് നമ്മൾ ഈ തറവാട് വാങ്ങാൻ പോവാണ്. ഇപ്പോഴൊന്നും ഇതിന്റെ പണി എടുക്കുന്നുണ്ടാവില്ല കേട്ടോ. കാരണം ഇത് അത്യാവശ്യം കഴിച്ച് നല്ല പണിയുണ്ട്. ഇവിടെ ഫുള്ള് ഇടിച്ച് നിരത്താനുണ്ട്, വാടകയ്ക്ക് നമുക്കൊരു പെര നോക്കാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇപ്പം നമ്മൾ അത്യാവശ്യത്തിന് കഴിച്ച് നമ്മളെ വയ്യൊന്ന് വാങ്ങിയിട്ടു. ഇനി നമ്മളെ കഴിച്ച് വണ്ടി ഇറങ്ങാനായിരിക്കണം കേട്ടോ. ഈ മാസം എന്തായാലും വണ്ടി ഇറങ്ങും. അപ്പൊ ഇതിന് ഈ വയ്യ മാന്തുവോ? നമ്മൾ ഇന്ന് വിളിച്ചാൽ വരുമല്ലോ. ഇന്ന് വിളിച്ചാൽ വരും വണ്ടി.
പൈസ വേണം. മെയിൻ കാര്യം നമ്മളെ സ്ഥലത്തിന് പൈസ വേണമല്ലോ ഗൈസ്. നമ്മള് സെന്റിന് 1.45 ഓല് പറഞ്ഞത്. നമുക്ക് 3 സെന്റ്, എത്ര സെന്റ് ഉണ്ട് ഇപ്പൊ? 2.83 ഗൈസ് 83. ഏകദേശം 4,10,000 റുപ്യാണ് ഈ വയ്യിന് ഓല് പറഞ്ഞത്. അതിൽ ഗൈസ് പൗതി വയ്യ് അപ്പുറത്തെ പെരക്കാർക്കും പാടെ പൗതി അല്ല, ഒരു 1/4 ഭാഗം. അപ്പൊ 1/4 ഭാഗം രണ്ടുപേരും പാടെ പൗതി ആക്കിക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമുക്ക് തന്നെയാണ് കൂടുതൽ ചെലവുള്ളത്, പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്ക് തന്നെയാണ് ഗൈസ് വയ്യിനെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം. പോലിക്കും ഉണ്ട്, പോലിക്ക് പിന്നെ അവിടെ എത്തിയിട്ടുള്ളൂ. ബാക്കി പിന്നെ നമുക്ക് ഇങ്ങോട്ടാണല്ലോ അത്യാവശ്യം കൂടുതൽ വയ്യമാണല്ലോ. അപ്പൊ ഗൈ അപ്പൊ വയ്യിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. ഇനിയിപ്പോ ഏകദേശം പൈസ കൊടുത്താൽ രജിസ്റ്റർ ചെയ്യണം. നീ എനക്കെന്താ പറയുള്ളത്? എനിക്കെന്താ അങ്ങനെ ഗൈസ്, നമ്മളെ ആ ഒരു വയ്യെന്നുള്ളൊരു കാര്യത്തിലൊരു തീരുമാനം ആയില്ലേ മമ്മ? സ്വപ്നം അത് സമാധാനായി. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കായ്യൂന് കൊടുത്തിട്ട് എന്നാ സമാധാനായി. കൈകൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൈ വേണം. ഇനിയിപ്പോ എന്താണ് കായുണ്ടെങ്കിൽ നാളെ തന്നെ ചോദിച്ചാ കായിന്റെ കുറവുള്ളൂ. ഫണ്ടിന്റെ കാര്യത്തിലായിരുന്നു ഗൈസ് നമ്മളിങ്ങനെ നിക്കണേ. അതും കൂടി ഇതായിട്ട് നമുക്ക് അങ്ങനെ ഞാൻ അത് തരണ്ടേ? അത് നാളെ തരും പറഞ്ഞു. നാളെ മൂപ്പര് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ മൂപ്പര് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ മറ്റേ പഞ്ചായത്ത് മേറിന്റെ തീരുമാനമാക്കണം. അതായത് അതിന്റെ എമൗണ്ട് ഇനി ബാക്കി കൊടുക്കണ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടില്ലേ? പഞ്ചായത്തിലൊക്കെ കുറെ കയറി ഇറങ്ങാണ്ടിഞ്ഞ് അവൾക്ക് പൈസ തിരിച്ചു കൊടുക്കണ്ടേ? അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്തായാലും വയ്യിന്റെ കേസ് അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. കുറ്റിയടിക്കലും പരിപാടിയും കഴിഞ്ഞു. ഇനി രജിസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സാവധാനം മിക്കവാറും മഴക്കാലം കഴിഞ്ഞിട്ടല്ലേ നടക്കുള്ളൂ. എന്താ അഭിപ്രായം? സ്ഥലം അളന്നിടാം. അളന്നിടാം. ആദ്യം നമുക്ക് സ്ഥലം അളക്കണം. ഇത് എത്ര സെന്റ് ഉണ്ടാവും ഉമ്മമാന്റെ അഭിപ്രായത്തിൽ? എത്ര പറഞ്ഞീനെ? അത് അളവ് പറയാൻ പറ്റൂല. പണ്ടത്തെ അറിയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും പ്രോപ്പർ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അളക്കാൻ ആളെ വിളിച്ചിട്ട് നമ്മൾ ഈ ഇവിടെ എത്ര ഉണ്ട് ടോട്ടലി തറവാട് മൊത്തം എത്ര ഉണ്ടെന്ന് അളന്നൊക്കെ നോക്കാനുണ്ട്. അതൊക്കെ തന്നെയാണ് പരിപാടി അല്ലേ? അപ്പൊ ഇനി മമ്മക്ക് എന്താ അറിയല്ലേ? എന്താ പറയല്ലേ വെച്ചാ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. സന്തോഷം സമാധാനം എന്താ വെച്ചാ വൈൻ്റെ എന്തിനാ വെച്ചാ വൈര് വയ്യാണ് ഇവിടേക്ക് കിട്ടണത്. അപ്പൊ നമുക്കൊരു വണ്ടി അത് മാത്രല്ല പിന്നെ പേര നന്നാക്കണ നമ്മള് പേര ഇത് പൊളിഞ്ഞാടി ഇങ്ങനെ ഇതുമല്ല ഇങ്ങനെ കട്ടമ കാര്യം. അതുമല്ല വേറെ കാര്യം കൂടി പറക്കും തളിക കയറ്റണ്ടേ നമുക്ക്? അതാണ് മെയിൻ ആയിട്ട്. അതായത് അത് സംഭവം എന്താ അറിയോ? എല്ലാരും നമ്മളെ വണ്ടിക്ക് പറക്കും തളിക എന്ന പേരിട്ടിക്കണേ. അപ്പൊ നമ്മളിങ്ങനെ എന്താ പേര് നല്ല അടിപൊളി പേര്. ഞാൻ പറഞ്ഞുതരാം. ഇനി കളറ് ഗൈസ് വണ്ടിന്റെ കളറും പാടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാവും. പിന്നെ ഗൈസ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ അറിയോ? ആൾക്കാർ പറയും ഇത്രയും കാലം ഇമ്മാനെയും ഇവരൊക്കെ എവിടേക്കൊക്കെ കൊണ്ടുപോയി വരുമ്പോഴും അല്ലാന്നുണ്ടെങ്കിലും ഇമ്മമാനെ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുവരുമ്പോഴും ഇമ്മമാക്ക് ഇങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു വണ്ടി കയറാല്ല ഇതിപ്പോ ആയി. ഇനിയിപ്പോ വണ്ടി കൂടി കയറി കഴിഞ്ഞാൽ ഇമ്മമാക്ക് ഇവിടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഇറങ്ങാൻ പറ്റും. ആ ഒരു സമാധാനം കൂടി. ഞങ്ങൾ ഏറ്റി കാലിന്റെ കാലൊന്നും എന്നാലും വലിയ ഇല്ലാത്ത ആളൊക്കെയാണ് അങ്ങനെ കയറി അങ്ങനെ പോയി. ഇനിയിപ്പോ എല്ല് തീരുമാനമൊക്കെ വരാൻ കിടക്കണുള്ളൂ. അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. അപ്പൊ അതിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചോണ്ടൊരു ഇത് ഇതാക്കിയതാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ ഷെഫീഖിന് എന്താ പറയാല്ലേ? നല്ലതാണോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം ഈ ഷെഫീഖിന്റെ തീരുമാനം. അതായത് ഞങ്ങളെ മൂത്തേട്ടൻ പറയാം. എന്താ പറയാ, നല്ല കാര്യല്ലേ? കൊറേ കാലായില്ലേ? ഇപ്പൊ എത്ര കൊല്ലായില്ലേ? ഒരുപാട് കൊല്ലായി. ഈ പേരവിടെ കയറ്റിട്ടേ അയാളെ വയസ്സാണ്. ആണോ? ഷെഫീഖിന്റെ വയസ്സായി 26 വയസ്സൊക്കെ കൊല്ലായി ഈ പേരോടെ കേറിയിട്ടില്ലേ? എനിക്ക് 27 വയസ്സായി. പിന്നെ പെണ്ണിനെ നോക്കണ്ടേ? കൊണ്ടുവന്ന് ഇവിടുന്ന് 40 കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ പന്തലിട്ടിട്ട് എന്നിട്ട് 40 കഴിഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കൊടുക്കുന്നത്. പിറ്റേന്ന് ഇതിൽ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ സെഡിലാണ് എന്നെ പറ്റിയിരുന്നത്. ഇവിടെ തന്നെയാണ് സംഗതി. പേരോടെ കയറ്റിക്കൊണ്ട് ഓർമ്മയുണ്ട് ഈ കൊലയുമ്പോ അങ്ങനെ ഒരു പായിട്ട് ഇങ്ങനെ കടന്നു. അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആണോ? ഉണ്ടോ? കാട്ടിത്തരുവാണ് കുട്ടി. അപ്പൊ ഞാൻ പിന്നെ എന്താങ്ങളോട് പറയല് അന്നൊക്കെ എങ്ങനെ എടുത്തീന? ഈ മുറ്റത്ത് പന്തലിട്ട് കഴിഞ്ഞായിട്ട് എന്നിട്ട് എല്ലാരും അന്നൊക്കെ എങ്ങനെ ഫോട്ടോ എടുത്തീന പറയണ മാതിരി? അന്ന് വിളിച്ചോർന്നുകാണ്ട് വിളിച്ചോർന്നുകാണ്ട് ഇമ്മാന്റെ ഷിഫ്നാന്റെ എന്റെ അമ്മ ഞാന് എന്റെ ഇപ്പ ഞങ്ങള് 3 ആള് നിന്നിരിക്കണ്ട്. ഒത്തിരി ഒരു ചൊല്ലിക്കോ ശരി എനിക്ക് അത്രയും തടിയില്ല. അന്ന് പിന്നെയും ഞാൻ കുറച്ചെടുത്ത് തടി. അങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ് പണ്ടത്തെ കഥകൾ ഓരോന്നും. ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. എനിക്കൊക്കെ ഓർമ്മയില്ലേ നമ്മള് താഴെ പോയിട്ട് കലത്തില് വെള്ളം ഏറ്റി കൊണ്ടു. ഞങ്ങള് വെള്ളത്തിന്റെ ഇറങ്ങി അങ്ങനെ കാല പൊണ്ണാണ്ട് വിട്ടു. കാലത്തിലൊക്കെ കോലം കാണാൻ ആ രീതിയിൽ നമ്മള് പോക്ക് വെള്ളം ആയിക്കോട്ടെ. അങ്ങോട്ടില്ലേ
വയ്യ് ഞങ്ങളെപ്പോഴും ഈ വൈക്കൊന്നും ഇറങ്ങലേ ഇല്ല. അയിക്കോടിയാണ് മെയിൻ ആയിട്ട്. ഈ ഗൈസ് നമ്മളിപ്പോ വരുന്ന വയ്യ ഉണ്ടല്ലോ, ആ വയ്യ ഫുള്ള് കട്ടറാണ്. കല്ലും കൊണ്ടൊക്കെ നിറഞ്ഞിട്ട് മെയിൻ വയ്യ ഉണ്ടായില്ലേ, ചെറിയ അതായത് ചെറിയൊരു ഇടുങ്ങിയ വയ്യാണില്ലേ. നിങ്ങളെ 7 വൈക്കൊക്കെ പോകണെന്ന് വെച്ചാൽ ആ വൈക്ക് കല കൊണ്ടേക്കും. നിങ്ങളല്ല ആപ്പാപ്പയൊക്കെ അങ്ങനെ ഇപ്പൊ ആപ്പാപ്പയൊക്കെ പോകുമ്പോ താഴ്ത്തു കൊണ്ടേക്കും കലം. നമ്മളെ പരീക്ക് എത്താൻ കഴിച്ച് നമുക്ക് ഒന്നാമത് അതാ അയിക്കൂടെ തോട്ടുണ്ട്, അയിക്കൂടെ നമ്മളെ വയ്യ ഉണ്ടായിനി, പിന്നെ അയിക്കൂടെ നമ്മളെ പരീക്ക് വരാനി, പിന്നെ കഴിച്ച് ഇത് കൂടെ നമ്മളെ പരീക്ക് വരാനി, പിന്നെ കഴിച്ച് ഗ്രൗണ്ടിൽ കൂടെ ഞങ്ങളെ പരീക്ക് വരാനി, പിന്നെ ഇത് കൂടെ കഴിച്ച് നമ്മൾ പൊയ്ക്ക് പോകുമ്പോ ഇത് കൂടി നമ്മളെ വയ്യക്കുള്ള വയ്യാണ്. സത്യം പറഞ്ഞാൽ കഴിച്ച് നമ്മൾ വയ്യും കൊണ്ട് അങ്ങോട്ട് പൊറുതി മുട്ടി അമ്മാതിരി വയ്യാണ് ഞങ്ങൾക്ക് പരി. പക്ഷെ വണ്ടി വരാൻ വയ്യൂല, നടന്നിട്ട് എയ്ക്കൂടെ അല്ലെങ്കിൽ കയറി വരാന്. അപ്പൊ കഴിച്ച് ഇനിയിപ്പോ പെരന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി. എന്തായാലും അവിടുത്തെ പെര നമ്മൾ പണിയാൻ ഉദ്ദേശിക്കണില്ല, കാരണം അതിനൊന്നുമില്ല. ഇവിടെ ആക്കണ്ടല്ലോ അങ്ങനെയൊക്കെ അല്ലേ. വള്ളത്തിന് കുഴപ്പമില്ലടാ, ഇല്ല പാടായോണ്ടൊരു പ്രശ്നമല്ല. വള്ളത്തിന് ഒരു കുഴപ്പമില്ല, നല്ല വെള്ളം.